SDPI 18ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി SSLC +2 ഡിഗ്രി മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ SDPI ബാബറി ബ്രാഞ്ച് ആൻഡ് സ്കൂൾ ബ്രാഞ്ച് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അഴിയൂർ 5ാം പീടിക MLP സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് SDPI വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയുമാണ് ഈ മികച്ച വിജയത്തിന് പിന്നിലെന്ന് ഷംസീർ ചോമ്പാല അഭിപ്രായപ്പെട്ടു. ഈ പഠിക്കുന്ന കാലയളവിൽ വളരെ നല്ല നിലക്ക് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ വലിയൊരു കഷ്ടപ്പാടാവും. അതേസ്ഥാനത്ത് ഈ പഠിക്കുന്ന കാലത്ത് ഉഴപ്പിയിട്ടാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്താണ് ഉഴപ്പി മടിയനായി അല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പഠിക്കുന്ന കാലത്ത് വളരെ എന്താക്കണം, നമ്മൾ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം നമുക്ക് SSLC +2 അതല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ ജോലി നേടുക എന്നത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. നല്ല മനുഷ്യരാവണം. അവിടെയാണ് നമ്മൾ ഓരോരുത്തർക്കും പിഴച്ചു പോകുന്നത്. SSLC ജയിക്കുന്നു, +2 വിജയിക്കുന്നു, അതിൻ്റെ അപ്പുറം നല്ല മനുഷ്യനാവണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റികൾ? നമ്മുടെ ജീവിതവുമായി നമ്മുടെ സഹജീവികൾ നമുക്ക് ചുറ്റും ഒരുപാട് നൊമ്പരപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ ഇതിലൊന്നും നമ്മൾ നോക്കാതെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള നിലക്ക് മാത്രം ഒതുങ്ങി മുമ്പോട്ട് പോകുമ്പോൾ ഇത് നല്ല മനുഷ്യനല്ല. ഇവിടെ നമ്മളൊന്ന് മാറ്റിക്കുറിക്കണം. നമ്മുടെ ചുറ്റുവട്ടവുമുള്ള നമ്മുടെ സമൂഹം, അവർക്ക് വേണ്ടുന്ന പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് കൂടെ നമ്മളൊരു സാന്ത്വനം നൽകുമ്പോൾ അതൊക്കെ നല്ലൊരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അതോടൊപ്പം ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ വരും. അപ്പോഴൊക്കെ ആ പ്രതിസന്ധികൾ തളർന്നു പോകാതെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. പുതിയ തലമുറ അത്തരം കഴിവുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഏത് സമയത്തും നമ്മൾ ഫോണിൻ്റെ മുമ്പിലാണ്. അത് യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാനേ സാധിക്കുന്നത് റീൽസിൻ്റെ യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ റീൽസ് കണ്ട് യാഥാർത്ഥ്യ ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്ത തരത്തിൽ ആരെങ്കിലും സൃഷ്ടിച്ചു വിടുന്ന ഏതെങ്കിലും റീൽസ് കണ്ടിട്ട് ഇതാണ് ലോകമെന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു യാഥാർത്ഥ്യ ലോകവുമായി നമ്മൾ ബന്ധം വേണം. മൊബൈൽ ഫോണിന് വല്ലാതെ അഡിക്റ്റ് ആയി പോകണം. വീട്ടിൽ കയറുമ്പോഴേക്കും ഉപ്പാൻ്റെ ആരുടെങ്കിലും ഫോണ് എവിടെയും കട്ടെടുത്ത് അല്ലെങ്കിൽ അപ്പുറം ഏതെങ്കിലും റൂമിൽ പോയിട്ടിരുന്ന് ഇതിന്റെ പിന്നാലെ പോവുകയാണ് കുട്ടികൾ. എന്ന് പറഞ്ഞാൽ മൊബൈലിന് വല്ലാതെ അഡിക്റ്റ് ആവണം. ഇത് നമ്മളൊന്ന് മാറ്റിത്തിരുത്തി യാഥാർത്ഥ്യ ലോകവുമായിട്ട് നമ്മൾ എന്താണ് ഒന്ന് ബന്ധമുണ്ട്. റഫീഖ് തങ്ങൾ സ്വാഗതവും പറഞ്ഞ ചടങ്ങിൽ ബാബറി ബ്രാഞ്ച് പ്രസിഡന്റ് റമീസ് VP അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BAMSc 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ ഷിയ KTA ഉൾപ്പെടെയുള്ള പ്രതിഭകളെ ചടങ്ങിൽ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി 20ാം വാർഡ് മെമ്പർ സബാദ് VP, 18ാം വാർഡ് മെമ്പർ രാജിഷ സജീർ, SDPI വടകര നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അൻസാർ യാസർ എന്നിവർ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ബാസിദ് ആൽവി ചടങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സിമ്പിൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. എന്തിനാ മോള് പഠിക്കുന്നേ? എന്താ പേരെന്താ? അന്ന എന്തിനാ പഠിക്കുന്നേ? എന്തിനാ പഠിക്കുന്നേ? ജോലി കിട്ടാ, പണി കിട്ടാ. ആർക്ക് പണി കിട്ട? എന്തിനാ മോളെ പഠിപ്പിക്കുന്നേ? കെട്ടിയവനോടുള്ള വിരോധമാണ് മക്കളെ പഠിപ്പിക്കാനുള്ള കാരണം. വീട്ടിലിരുന്ന് പഴുക്കണ്ടെന്ന് വെച്ചിട്ട് അല്ലേ? അത് നല്ലൊരു മറുപടിയായിരുന്നു. മോളെന്തിനാ പഠിക്കുന്നേ? അതല്ല കുഞ്ഞു മോളെ ചോദിക്കുന്നേ. എന്തിനാ നീ പഠിക്കുന്നേ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. സിമ്പിൾ. മോളെന്തിനാ പഠിക്കുന്നേ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള മറുപടിയോട് +2 നേഴ്സിംഗ് എന്തിനാ പഠിക്കുന്നേ? അതിലെല്ലാവരും ചിരിക്കാനാ. എന്തിനാ മോള് പഠിക്കുന്നേ? ഇംഗ്ലീഷ് എഴുതി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ. അതിന്റെ മലയാളം അവർ പറഞ്ഞത് ജോലി കിട്ടാൻ. ഇംഗ്ലീഷ് പറയണ്ടേ? ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ മറുപടി പറഞ്ഞു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ. ഈ സാധനം കിട്ടിയത് ഇൻസ്റ്റാഗ്രാം വഴി കേട്ടോ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക, ഇതൊരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതത്തിൽ നിന്ന് വന്നൊരു സാധനമാണ്. നല്ലതാണ്. അനീസ് നെല്ലോളി, ഷാക്കിർ RM, രാജിസ് അഴിയൂർ, റഹീസ് VP,
ഷംസീർ നെല്ലോളി, ഷെരീസ് PP, അഷ്കർ CH, റാഷിദ് നെല്ലോളി, സനൂജ് TP, അഫ്സീന ഷംസീർ, സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. സലീം പുനത്തിൽ നന്ദി പറഞ്ഞു.